السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ അടിസ്ഥാനങ്ങളായ 6 സുപ്രധാനമായ ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ 5-മതായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാടിനെക്കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അന്ത്യനാളിലുള്ള ഈമാൻ, വിശ്വാസമെന്നത് വിശാലമായ ഒരു വിഷയമാണ് എന്ന് ഇതിനോടകം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. കഴിഞ്ഞ 2 ക്ലാസുകൾ അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം അവസാനിച്ചതിന് ശേഷം, അഥവാ നമ്മൾ ഓരോരുത്തരും മരിച്ചതിന് ശേഷം നമ്മെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതേ ശരീരവും ഇതേ ആത്മാവും അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അർദുൽ മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആ സന്ദർഭം, ഘട്ടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം വിചാരണയും, അതുപോലെ ആ അർദുൽ മഹ്ശറിൽ കാണാനിരിക്കുന്ന ചില കാഴ്ചകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ്, അതുപോലെ സിറാത്ത്, നരകം അവിടെ കൊണ്ടുവരും തുടങ്ങി ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. 3-മതായി നമ്മുടെ പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ശേഷം, അഥവാ ഉയർത്തെഴുന്നേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടി നിന്നതിന് ശേഷം, വിചാരണയുടെ ശേഷം, പിന്നീട് ജനങ്ങൾ, സൃഷ്ടികൾ 2 വിഭാഗങ്ങളായി തിരിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞു, ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റേ വിഭാഗം കത്തിയെരിയുന്ന നരകത്തിലേക്കുമാണ്. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അവസാനം. സുദീർഘമായ യാത്രയുടെ പര്യവസാനമാണിത്. നമ്മൾ ഓരോരുത്തരും എത്ര കാലം ജീവിച്ചാലും ആ ജീവിതം എന്നത് ഒരു യാത്രയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിതാവിനെ ആദമിനെ അലൈഹിസ്സലാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും അല്ലാഹു ഹവ്വായിനെ സൃഷ്ടിച്ചു. പിന്നീട് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി മറ്റുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു പടച്ചു. നമ്മുടെ തുടക്കം കേവലം ഒരു ഇന്ദ്രിയ തുള്ളിയാണ്. പിന്നീട് രക്തക്കട്ടയായി, അത് പിന്നീട് മാംസകഷ്ണമായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
നീണ്ട 9 മാസങ്ങൾക്ക് ശേഷം, അതല്ലെങ്കിൽ അതിനോടടുത്ത കാലയളവിന് ശേഷം ഒരു മനുഷ്യനായി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് ഓരോരുത്തരും ജീവിക്കുകയാണ്. ആ കാലഘട്ടത്തിന് മുന്നേ മനുഷ്യന് അങ്ങനെ ഒരു സൃഷ്ടി അഥവാ ഞാനോ നിങ്ങളോ ഇല്ലാത്ത ഒരു കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. അതല്ലെങ്കിൽ ഒരു 200 വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച് ജീവിച്ചു പോയ ഒരാളും ഇന്നില്ല. ഒരു 80 അതല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുന്നേ പറയപ്പെടാൻ മാത്രം ഒന്നുമില്ലാത്തവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പ്രായം എടുത്തു നോക്കിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 34-35 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരാളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടില്ല ലോകത്ത്. അങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും പിന്നീട് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ അത് അനുഭവിച്ചും ആസ്വദിച്ചും നമ്മളിങ്ങനെ കണ്ടും കേട്ടും തിന്നും കുടിച്ചും ജീവിക്കുകയാണ്. നമ്മുടെ ചെറുപ്പകാലം കഴിഞ്ഞു, യൗവനം ആയി. ആ യൗവനത്തിൽ നിന്ന് പിന്നീട് മനുഷ്യൻ വാർദ്ധക്യത്തിലേക്കെത്തും. നല്ല ചുറുചുറുക്കുണ്ടായിരുന്ന, എല്ലുകൾക്ക് ബലമുണ്ടായിരുന്ന കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് അതിന് ക്ഷയം ബാധിക്കും, തലനരക്കും, താടി നരക്കും. അങ്ങനെ മനുഷ്യരൊരു ദുർബലനായ ജീവിയായി മാറി, സൃഷ്ടിയായി മാറി പിന്നീട് ഇഹലോകം വിട്ടുപോവുകയാണ്. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം. ഇതൊരു യാത്രയാണ്. ഈ യാത്രയുടെ അവസാനമാണ് ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ. ഒന്നല്ലെങ്കിൽ നരകം, അതല്ലെങ്കിൽ സ്വർഗം. രണ്ടാലൊരു വഴിയിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ പരലോകത്ത് നിന്ന് മനുഷ്യരെ തിരിച്ചുവിടുകയാണ്. അതിൽ സ്വർഗം എന്നത് ദാറുൻ നഈം, സുഖങ്ങളുടെ, സുഖാനുഭൂതികളുടെ ഭവനമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചതാണ് സ്വർഗം. അള്ളാഹുവിൽ വിശ്വാസമുള്ള, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിച്ച, റബ്ബിൻ്റെ ദീനിലെ നിയമനിർദ്ദേശങ്ങൾ, അവൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ വിലക്കുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹു അയച്ച പ്രവാചകനെ അനുസരിച്ച് ആ പ്രവാചകനെ പിൻപറ്റി അങ്ങനെ ജീവിച്ച് മരിച്ചവർക്കാണ് ദാറുൻ നഈം, സുഖാനുഭൂതിയുടെ ഭവനം അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത്. ആ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. കണ്ണുകൾക്ക് ആനന്ദം ലഭിക്കുന്ന, കൺകുളിർമ ലഭിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്വർഗത്തിൽ മറച്ചുവെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും ഒരു നഫ്സിനും അറിയുകയില്ല. അവർ പ്രവർത്തിച്ച അവരുടെ കർമ്മങ്ങൾക്ക് പകരമായി, അതിൻ്റെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചതാകുന്നു അത്. അഥവാ ആ സ്വർഗത്തിൽ കൺകുളിർമ മാത്രമാണ്. ഖുർറത്ത് അഅ്യുൻ, കണ്ണിന് ആനന്ദം മാത്രം, കൺകുളിർമ മാത്രം. അങ്ങനെയുള്ള എന്തൊക്കെയാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, മറച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, അഅദത്തു ലിഇബാദിയ സ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത്? മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു സൃഷ്ടിയുടെ
മനസ്സുകൊണ്ട് ചിന്തിച്ചെടുക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ളത്, അഥവാ സ്വർഗം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിശേഷിപ്പിച്ചു നോക്കൂ സഹോദരങ്ങളെ. മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ല. ദുനിയാവിലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അതല്ലെങ്കിൽ ദൂരത്ത് നിന്ന് വീഡിയോകളിലൂടെ കാണാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ നിന്ന് പകർത്തിയ വീഡിയോയുടെ കൂടെ സ്വർഗത്തിൻ്റെ ആയത്തുകൾ ചേർത്ത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അത് ദുനിയാവിൽ മാത്രമാണ്, ഒരിക്കലും അതല്ല സ്വർഗം. കാരണം ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കണ്ണിനും കാണാൻ സാധിക്കുകയില്ല. ദുനിയാവിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ നിന്നാലും അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഭംഗിയായിരിക്കും സ്വർഗത്തിന്. ഒരിക്കലും അതല്ല സ്വർഗം, ഒരിക്കലും ആ ഭംഗിയല്ല സ്വർഗം. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ല. വല ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ല. വലിയ ആർഭാടങ്ങൾ, വലിയ കൊട്ടാരങ്ങളും ബംഗ്ലാവുകളും അതിലുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളെക്കുറിച്ചും ചിലപ്പോൾ നമ്മൾ കേട്ട് കാണും. വലിയ സമ്പന്നരായ ആളുകളുടെ മണിമാളികകൾ, അവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട് കാണും. എന്നാൽ അതല്ല സ്വർഗം. സ്വർഗത്തെ വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല. കാരണം സ്വർഗം എന്താണ് എന്ന് ഒരു കാതും കേട്ടിട്ടില്ല. സ്വർഗത്തിലെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളൂ. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പേരുകൾ ഒരുപക്ഷെ സാദൃശ്യമുണ്ടാകും. ദുനിയാവിലെ സാധനങ്ങൾ, അതല്ലെങ്കിൽ വസ്തുക്കൾ, അതുമായി സ്വർഗത്തിലെ കാര്യങ്ങൾക്ക് പേരുകൊണ്ട് സാദൃശ്യമുണ്ടാകും. പഴങ്ങൾ, ഫലവർഗങ്ങൾ, അതുപോലെ മെത്തകൾ, വിരിപ്പുകൾ, ചാരു കസേരകൾ, അതുപോലെ അവിടെയുള്ള ഇണകൾ, അങ്ങനെയുള്ള പലതും പേരുകൾ കൊണ്ട് സാദൃശ്യമുണ്ടാകും. പക്ഷേ ഒരിക്കലും ദുനിയാവിലെ ഈ പറഞ്ഞതുമായി അതിന് യാതൊരു ബന്ധവുമില്ല. നോക്കൂ, അള്ളാഹു പറഞ്ഞത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു സൃഷ്ടിയുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചെടുക്കാൻ, ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ച് എങ്ങനെ ഭംഗി നമ്മുടെ മനസ്സിലേക്ക് ആവിഷ്കരിച്ച് കൊണ്ടുവന്നാലും സ്വർഗവുമായി അതിനെ തട്ടിച്ചു നോക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, എന്തായിരിക്കും ആ സ്വർഗം? എന്തായിരിക്കും ആ സ്വർഗത്തിൻ്റെ ഭംഗിയും വലിപ്പവും, അവിടെയുള്ള സുഖങ്ങളും സുഖാനുഭൂതികളും എന്തായിരിക്കും? അത് അല്ലാഹു തആല ആർക്കാണ് ഒരുക്കി വെച്ചത്? അല്ലാഹു പറയുന്നത് ലിഇബാദിയ സാലിഹീൻ എന്നാണ്. സച്ചരിതരായ സാലിഹീങ്ങളായ എൻ്റെ അടിമകൾക്ക്. അത് ലഭിക്കാൻ പ്രിയമുള്ളവരെ, നമ്മൾ സാലിഹീങ്ങളായി തീരുക, വിശ്വാസികളായി തീരുക, നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കുക എന്നത് വലിയ കാര്യമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ സ്വർഗത്തിൻ്റെ വിശാലത അല്ലാഹു പറഞ്ഞു, അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുണ്ട് ആ സ്വർഗത്തിന്. എന്താണ് സഹോദരങ്ങളെ ആകാശത്തിൻ്റെ വിസ്തൃതി? എന്താണ് ഭൂമിയുടെ വിസ്തൃതി? നമുക്ക് അളന്നെടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളതാണ് സ്വർഗം, അതിവിശാലമാണ്. ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുണ്ട് ആ സ്വർഗത്തിന്. ആ സ്വർഗത്തിൽ എല്ലാവിധ സുഖങ്ങളും സുഖാനുഭൂതിയും സൗകര്യങ്ങളും മാത്രമാണ്, സന്തോഷവും ആസ്വാദനവും മാത്രമാണ്. സ്വർഗമെന്നത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നമുക്ക് ധാരാളം അറിയിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഭക്ഷിക്കാൻ ഉതകുന്ന ഫലങ്ങളുണ്ട്, കായ്കനികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കണ്ണിന് ആനന്ദം നൽകുന്ന, കുളിർമ നൽകുന്ന കാഴ്ചകളുണ്ട്, ഇണകളുണ്ട്. സമപ്രായക്കാരായ തരുണീമണികളായ ഇണകൾ അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. അതുപോലെ ഒരു
മ്ലേച്ഛതയോ വൃത്തികേടോ ഒന്നുമില്ല. വാക്കിലായാലും പ്രവൃത്തിയിലായാലും ഒന്നുമില്ല. നല്ലത് മാത്രം. അതാണ് സ്വർഗം. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം എന്ന അഭിവാദ്യം മാത്രമായിരിക്കും. ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക ദുനിയാവും അതിൻ്റെ 10 ഇരട്ടിയുമാണ്. ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകുന്നതാണ് ദുനിയാവും അതിൻ്റെ 10 ഇരട്ടിയും. എന്താണ് ദുനിയാവ്? ഇഹലോകം. ദുനിയാവ് എന്നാൽ എന്താണ്? നമുക്കത് അളന്നെടുക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ 10 ഇരട്ടിയാണ് സ്വർഗത്തിൽ ഏറ്റവും അവസാനം വരുന്ന ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യം അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ആളുകൾക്കുള്ള ശ്രേഷ്ഠത എന്തായിരിക്കും? അതാ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു സ്വർഗക്കാരെ കുറിച്ച്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവരും അവരുടെ ഇണകളും അഥവാ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ, അവർക്ക് അല്ലാഹു നൽകുന്ന ഇണകൾ, അവരുടെ ഇണകൾ അവർ അലങ്കൃതമായ അഥവാ അലങ്കരിക്കപ്പെട്ട ചാരു കസേരകളിൽ സ്വർഗത്തിലെ തണലുകളിലായിരിക്കും. അവർക്കവിടെ പഴങ്ങളുണ്ട്, ഫലങ്ങളുണ്ട് ഭക്ഷിക്കാൻ. വലഹും മാ യദ്ദഊൻ, അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതാ സ്വർഗത്തിൽ അവർക്കുണ്ട് എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, പറക്കുന്ന കുതിരയുണ്ടോ സ്വർഗത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഉണ്ട്. സ്വർഗത്തിൽ എല്ലാം ഉണ്ട്. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അഥവാ സ്വർഗക്കാർ ആഗ്രഹിക്കുന്നത് അത് ആ സ്വർഗത്തിലുണ്ട് എന്നാണ്. അള്ളാഹു അതാ അവിടെയുള്ള ഭക്ഷണത്തെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ച്, കായ്കനികളെക്കുറിച്ച് പറയുന്നു. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. അവിടെയുള്ള സുഖങ്ങളും സുഖാനുഭൂതികളും ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല, ഒരിക്കലും തടയപ്പെടുകയില്ല. അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞു, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹ. ഓരോ തവണ സ്വർഗക്കാർ ഓരോ പഴങ്ങൾ, ഓരോ കായ്കനികൾ ഇങ്ങനെ ഭക്ഷിക്കുമ്പോൾ അവർക്ക് തോന്നും, ഇത് തന്നെയല്ലേ തൊട്ട് മുന്നേ കഴിച്ചത്. ഒരേപോലെയുള്ള സാദൃശ്യം തോന്നുന്ന കായ്കനികൾ, പഴങ്ങൾ അവർക്ക് അവിടെ നൽകപ്പെടും. യഥാർത്ഥത്തിൽ അതൊരുപോലെയുള്ള രൂപത്തിലായിരിക്കാം, പക്ഷേ രുചിയിൽ വ്യത്യാസമുണ്ടാകും. അല്ലാഹു പറയുന്നു, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ്യ. ആ സ്വർഗക്കാർക്ക് അവിടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉപജീവനം, ഭക്ഷണമുണ്ട്. അത് അല്ലാഹു പറയുന്നു, ഫീഹാ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ വഅൻഹാറുൻ മിൻ അസലിൻ മുസഫാ. ആ സ്വർഗത്തിൽ ഒരു പകർച്ചയുമില്ലാത്ത ശുദ്ധമായ പാനീയം, വെള്ളത്തിൻ്റെ അരുവിയുണ്ട്, പുഴയുണ്ട്. അതുപോലെ തന്നെ രുചി മാറാത്ത പാലിൻ്റെ അരുവിയുണ്ട്. കുടിച്ചാൽ മത്തു ബാധിക്കാത്ത, ലഹരി ബാധിക്കാത്ത, തലവേദന എടുക്കാത്ത ആസ്വാദകരമായ മദ്യമുണ്ട്, അതിൻ്റെ പുഴയുണ്ട്. അവിടെ സംശുദ്ധമായ തേനിൻ്റെ പുഴയുണ്ട് ആ സ്വർഗത്തിൽ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും ധാരാളം അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈ സ്വർഗം അത് മുത്തഖീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും മാത്രമുള്ളതാണ്. അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ഒരുപാട് അവൻ്റെ കിതാബിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി മാത്രമാണ്. അതുപോലെ സലാമൻ സലാമ, സമാധാനം സമാധാനം എന്ന അഭിവാദ്യം മാത്രമാണ്, സമാധാനം മാത്രമാണ്. സ്വർഗക്കാരോട് അല്ലാഹു ഒരിക്കലും കോപിക്കുകയില്ല.
ഒരിക്കലും അള്ളാഹുവിൻ്റെ കോപം സ്വർഗക്കാർക്ക് ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കും. ഈ പറഞ്ഞ സുഖങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതായി നമുക്ക് കാണാം. അള്ളാഹുവിനെ ആ സ്വർഗത്തിൽ കൺകുളിർമയോടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും, പ്രസന്നതയുള്ളതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, തങ്ങളുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും അവർ. മറ്റുള്ള എല്ലാ സുഖങ്ങൾക്കും പുറമെ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖവും ആസ്വാദനവും അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോടൊത്ത് ഇരിക്കുകയായിരുന്നു. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് നളറ ഇലൽ ഖമരി ലൈലത്തൽ ബദ്ർ. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ദിവസത്തിലെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമറ ലാ തുദാമൂന ഫീ റുയതിഹി. ദാ നിങ്ങൾ പൂർണ്ണ ചന്ദ്രനെ എപ്രകാരം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്നുവോ അതുപോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നോക്കിക്കാണും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൈൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫഅലു. അള്ളാഹുവിനെ കാണും എന്ന് പറഞ്ഞതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫജ്ർ നിസ്കാരം അഥവാ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉള്ള നിസ്കാരവും സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള അസ്ർ നിസ്കാരവും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്കതിന് സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. കാരണം നിസ്കാരം എന്നത് വലിയ പ്രാധാന്യമുള്ള ഇബാദത്താണ്. അതിൽ പ്രധാനപ്പെട്ട 5 വഖ്ത് നിസ്കാരം എന്നത് നമ്മുടെ മേൽ, എല്ലാവരുടെ മേൽ, ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റും അസ്റും എടുത്തു പറഞ്ഞു. കാരണം ഇത് രണ്ടും പലപ്പോഴും നഷ്ടപ്പെട്ടു പോവാറുള്ള നിസ്കാരങ്ങളാണ്. ഫജ്ർ അധികവും ഉറങ്ങിപ്പോകും, അസ്ർ എന്നത് ജോലി തിരക്കിൽ പെട്ടുപോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ പെട്ടുപോവാതെ നിങ്ങൾക്ക് അത് മുറുകെ പിടിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊള്ളുക. കാരണം അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടലും നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. നോക്കൂ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, അള്ളാഹുവിനെ നോക്കിക്കാണുമെന്നാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരു തടസ്സവുമില്ലാതെ റബ്ബിനെ കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാരെല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറയും, ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് വല്ലതും അധികമായി ആവശ്യമുണ്ടോ? അപ്പോൾ സ്വർഗ്ഗക്കാരെല്ലാം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. സ്വർഗ്ഗത്തിലെ എല്ലാവിധ സുഖങ്ങളും സുഖാനുഭൂതികളും അവർക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിരിക്കെ അള്ളാഹു ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ? സ്വർഗ്ഗക്കാർ തിരിച്ചു ചോദിക്കും, ഫയഖൂലൂൻ അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മുഖങ്ങൾ പ്രകാശപൂരിതമാക്കിയില്ലേ? അല്ല, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയായിരിക്കും സ്വർഗ്ഗക്കാരുടെ മുഖം. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ? അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? അല്ലാഹുവേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയില്ലേ? ഇനി എന്താണ് റബ്ബേ അധികമായി വേണ്ടത് എന്ന് സ്വർഗ്ഗക്കാർ അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയക്ഷിഫുൽ ഹിജാബ. അപ്പോൾ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ മുന്നിലുള്ള മറ അത് നീക്കുകയും
സ്വർഗക്കാർക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഫമാ ഉഅ്തു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല. അവിടുന്ന് പറയുകയാണ്, സ്വർഗക്കാർ അള്ളാഹുവിനെ കണ്ടതിനു ശേഷം പിന്നീട് അവർക്ക് നൽകപ്പെട്ട സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളെക്കാളും എല്ലാ സുഖാനുഭൂതികളെക്കാളും അള്ളാഹുവിനെ നോക്കിക്കാണുന്നതായിരിക്കും അവർക്ക് ഏറ്റവും പ്രിയങ്കരം. മറ്റുള്ള എല്ലാ സുഖങ്ങളും മറന്നു പോകുമാറ് അവർ അള്ളാഹുവിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കും, ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതാണ് ഏറ്റവും വലിയ ആസ്വാദനം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, ഇഹലോകത്ത് ഒരാളും അള്ളാഹുവിനെ കാണുകയില്ല. എന്നാൽ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈമാൻ, അതാണ് സൽസ്വഭാവിയായി ജീവിക്കാനും വിശ്വാസിയായി ജീവിക്കാനും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹുവിലുള്ള ഈമാൻ, അവൻ്റെ മലക്കുകളിലുള്ള ഈമാൻ, അവൻ്റെ കിതാബുകളിലുള്ള ഈമാൻ, അവൻ്റെ പ്രവാചകന്മാരിലുള്ള ഈമാൻ, നമ്മൾ ഈ പഠിക്കുന്ന യൗമുൽ ആഖിർ അന്ത്യനാളിലുള്ള ഈമാൻ, ഖദറിലുള്ള ഈമാൻ, ഈ പറഞ്ഞ ഈമാൻ, ഇതാണ് നമ്മെ നല്ല ഒരു വിശ്വാസിയായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ വിശ്വാസമനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മൾ മരിച്ചു പോവേണ്ടതാണ്, നാളെ ഈ പറഞ്ഞ പരലോകം അത് വരാനുള്ളതാണ് എന്നതൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ ജീവിക്കുന്നവരാണ് ഓരോ മുഅ്മിനും. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, എന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ 5 നേരവും നമ്മൾ സുജൂദ് ചെയ്യുന്നു, ആ റബ്ബിന് ഇബാദത്തുകൾ ചെയ്യുന്നു. അള്ളാഹു നമ്മെ കാണുന്നില്ല. സഹോദരങ്ങളെ, ആ റബ്ബിനെ അള്ളാഹു തആല സ്വർഗത്തിൽ വെച്ച് കാണിച്ചു തരികയാണ്. എന്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല, എന്തായിരിക്കും അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയാറുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് ആ അക്ബർ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ അർശിനെ കുറിച്ചും അവൻ്റെ കുർസിയെക്കുറിച്ചും ഹദീസിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ കുർസി, വസിഅ കുർസിയുഹു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ അതിനെ എല്ലാം ചൂഴ്ന്ന രൂപത്തിലായിരിക്കും, അത്രയും വിശാലതയുള്ളതാണ് അവൻ്റെ കുർസി. അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പാദപീഠമാണ്. അതിൻ്റെ അവസ്ഥ അള്ളാഹുവിൻ്റെ അർശിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ വളയം കൊണ്ടിട്ടാൽ എത്രയാണോ അത്രയാണ് അതിൻ്റെ വലിപ്പം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ വലിപ്പം തന്നെ ആകാശഭൂമികളെ അതിജയിക്കും. ആ അർശ് കുർസിയെ തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല എന്നാണ്. അള്ളാഹുവിൻ്റെ അർശ് എന്നത് അതിൻ്റെ വലിപ്പം അതിനേക്കാൾ വലുതാണ്. ആ അർശിന് മീതെ ഉപവിഷ്ടനായ നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിപ്പം എന്തായിരിക്കും? സഹോദരങ്ങളെ, ആ റബ്ബിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കാണിച്ചു തരുന്നത്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. മറ്റുള്ള എല്ലാ സുഖങ്ങളെക്കാളും മുഅ്മിനീങ്ങൾ ആസ്വദിക്കുക ആ റബ്ബിനെ, നമ്മുടെ റബ്ബിനെ നോക്കിക്കാണുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അസ്അലുക ലദ്ദത നളരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക്. അല്ലാഹുവേ, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനം, നിന്നെ കണ്ടുമുട്ടുമ്പോൾ ലഭിക്കുന്ന ആ സന്തോഷം, നിന്നെ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹം, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെന്നാണ്. അള്ളാഹുവിൻ്റെ വജുഹിലേക്ക്, അള്ളാഹുവിനെ നോക്കുമ്പോൾ ആസ്വാദനമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആ പ്രതീക്ഷ എന്നത് വലിയ കാര്യമാണ്. സഹോദരങ്ങളെ നോക്കൂ, ദുനിയാവിലെ ഇഹലോകത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു കൽപ്പിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുവാനും അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു നിശ്ചയിച്ച നിയമനിർദ്ദേശങ്ങൾ പാലിക്കാനും നമ്മെ പ്രേരിപ്പിക്കേണ്ട ഘടകം ഇതാണ്. ദുനിയാവ് തീർന്നു പോകും, ഒരു സംശയവും അതിൽ വേണ്ടതില്ല. പക്ഷേ നാളെ മരിച്ചു നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചാൽ ഇതാണ്. മറ്റെല്ലാ ആസ്വാദനവും മറന്നു പോകുമാറ്
റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുമെന്നാണ്. എന്നാൽ നേരെ തിരിച്ച് ഇതിന് തൗഫീഖ് കിട്ടാത്ത, ഇതിന് സൗഭാഗ്യം ലഭിക്കാത്ത ആളുകളെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. നിഷേധികളായ ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു, അന്നേ ദിവസം അവർക്ക് തങ്ങളുടെ റബ്ബിനെ തൊട്ട് മറയിടപ്പെടും. അള്ളാഹുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയില്ല. നരകത്തിൽ കിടന്ന് വെന്തെരിയുന്ന ഒരു നിഷേധി, ഒരു അള്ളാഹുവിനെ ധിക്കരിച്ച ഒരുവൻ, അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് റബ്ബിനെ അവന് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് സഹോദരങ്ങളെ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിനെ കൺകുളിർമയോടെ കാണാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ സ്വർഗം, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗത്തിലെ സുഖങ്ങളും സുഖാനുഭൂതികളും, അതിനപ്പുറത്തേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന കാര്യം ആരൊക്കെ അതിനെ പരിഹസിച്ചാലും ശരി. സ്വർഗത്തെക്കുറിച്ച് പലരും പരിഹസിക്കാറുണ്ട്. ആ സ്വർഗത്തിലെ അള്ളാഹു പറഞ്ഞ നദികളെക്കുറിച്ച്, പുഴകളെക്കുറിച്ച് ഈ പറഞ്ഞ നേരത്തെ ആയത്തിൽ നമ്മൾ കേട്ടു. സംശുദ്ധമായ പരിശുദ്ധമായ വെള്ളം, പാൽ, മദ്യം, അതുപോലെ തേൻ, ഇതിൻ്റെയൊക്കെ അരുവികൾ, നദികൾ അതിലുണ്ട്. അത് കെട്ടുകഥയല്ല, അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്, അള്ളാഹു നമുക്ക് അറിയിച്ചു നൽകിയതാണ്. ആരൊക്കെ അതിനെ പരിഹസിച്ചാലും ശരി, അവിടെ അള്ളാഹു ഹൂറുൽ ഐൻ, നല്ല ഇണകളെ മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ പരിഹസിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അതവർക്ക് പോയി എന്നല്ലാതെ, അവർക്കത് നഷ്ടം സംഭവിച്ചു പോയി എന്നല്ലാതെ, അതിനെ പരിഹസിക്കുന്നവൻ്റെ പരലോകം പോയി എന്നല്ലാതെ മുഅ്മിനീങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടാവാനില്ല. എന്നാൽ സഹോദരങ്ങളെ, അത് പ്രതീക്ഷിച്ച് അതിനുവേണ്ടി ജീവിക്കുക എന്നത് നാം കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ ദീനിലെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വിഭാഗം പോകുന്ന സ്ഥലം. അള്ളാഹു പറഞ്ഞില്ലേ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ. തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച ആളുകളെ കൂട്ടം കൂട്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് നയിക്കും. ആ സ്വർഗത്തിൽ അതിൻ്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ അവിടെയുള്ള മലക്കുകൾ അവരെ സ്വീകരിക്കും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ. ത്വയ്ബത്തും, നിങ്ങൾ വിശിഷ്ടമായ വിശ്വാസവും കർമ്മവും ചെയ്ത ആളുകളാണ്. ഫദ്ഖുലൂഹ, അതുകൊണ്ട് നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന അഭിവാദ്യം ആ മലക്കുകൾ മുഅ്മിനീങ്ങളെ, അവരോടൊപ്പം അള്ളാഹു വിശ്വാസത്തിൽ അവരെ പിന്തുടർന്ന ഇണകൾ, മക്കൾ, എല്ലാവരും ആ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കടന്നു പോകുന്ന രംഗം പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ വഴി എന്നത്, അഥവാ ഈ വിഭാഗം, ഒന്നാമത്തെ വിഭാഗം ഫരീഖുൻ ഫിൽ ജന്ന. ഇത് ജീവിതത്തിൻ്റെ അന്ത്യമാണ്. അതോടുകൂടി അവരുടെ ജീവിതത്തിൻ്റെ അവസാനം അവർക്ക് ലഭിച്ചു. രണ്ടാമത്തെ വിഭാഗം ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ. രണ്ടാമത്തെ വിഭാഗത്തിന് പോകാനുള്ളത് കത്തിയെരിയുന്ന നരകത്തിലേക്കാണ്. നരകം എന്നത് ദാറുൽ അദാബ്, ശിക്ഷയുടെ ഭവനമാണ്. അവിടെ ശിക്ഷ മാത്രമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ നിഷേധിച്ച, അവൻ്റെ ദീൻ നിഷേധിച്ച, അള്ളാഹുവിനെ ധിക്കരിച്ച നിഷേധികളായ, അള്ളാഹുവിനെ അനുസരിക്കാത്ത, അവൻ്റെ റസൂലിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലുമാരെ നിഷേധിച്ച അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു നരകം ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖുന്നാർ അല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ. കാഫിറുകളായ, നിഷേധികളായ ആളുകൾക്ക്
ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ താക്കീതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീതാണ്. അതാ അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവരാരോ അവരെ നരകത്തിലിട്ട് നാം കരിക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. ഓരോ തവണ അവരുടെ തൊലി കത്തിത്തീരുമ്പോഴും വീണ്ടും നാം അവർക്ക് തൊലി പകരമായി നൽകും. ലിയദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിക്കുന്നതിനു വേണ്ടി. അള്ളാഹു അസീസാണ്, ഹക്കീമാണ്, അവൻ പ്രതാപിയാണ്, അവൻ യുക്തിപൂർണനാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നോക്കൂ, ഈ ആയത്ത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവർ, അഥവാ അള്ളാഹുവിനെ നിഷേധിച്ചവർ, അള്ളാഹുവിൻ്റെ ദീനിനെ നിഷേധിച്ചവർ, അള്ളാഹുവിൻ്റെ ദീനിലെ നിയമങ്ങളെ കാറ്റിൽ പറത്തിവിട്ടവർ, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പറയുന്നു കത്തിയെരിയുന്ന നരകമാണ്, നരകത്തിലിട്ട് നാം കരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവോട് ഓർമ്മപ്പെടുത്തി, തൊലി കത്തി തീരുമ്പോൾ വീണ്ടും തൊലി പകരമായി നൽകും. കാരണം സഹോദരങ്ങളെ, നമുക്കറിയാം, തൊലി ഉണ്ടെങ്കിലേ വേദനകൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, തൊലി എന്നത്, ഈ തൊലി അതിന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമുക്ക് വേദന ശരിയായ രൂപത്തിൽ അറിയാൻ സാധിക്കുക. ആ തൊലി ഓരോ തവണ കത്തിത്തീരുമ്പോഴും അള്ളാഹു വീണ്ടും പകരം നൽകുമെന്നാണ്. ഒരിക്കൽ കത്തിത്തീർന്നാൽ അതോടുകൂടി അവസാനിക്കുന്നില്ല, വീണ്ടും വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല തൊലി നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. നരകത്തിൽ പ്രവേശിച്ച മുശ്രിക്കായ കാഫിറായ ഒരു മനുഷ്യൻ്റെ വലിപ്പം 2 ചുമലുകൾക്കിടയിലുള്ള ദൂരം ഒരാൾ 3 ദിവസം നിർത്താതെ യാത്ര ചെയ്യാൻ മാത്രമുള്ള വൈദൂരമുണ്ടാകും. 2 ചുമലുകൾക്കിടയിലുള്ള ദൂരം ഇപ്പം നമ്മൾ അളന്നു നോക്കിയാൽ 2-2.5 ചാണ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 2 ചുമലുകൾക്കിടയിലുള്ള വ്യത്യാസം എന്നത്, ദൂരമെന്നത്, ഒരാൾ നിർത്താതെ 3 ദിവസം ഓടിയാൽ എവിടെ എത്തും? അത്രയും ദൂരമുണ്ടാകും എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പമുണ്ടാകും നരകത്തിലൊരു അവിശ്വാസി, ഒരു സത്യനിഷേധിയുടെ നരകത്തിലെ വലിപ്പമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ പല്ല് എന്നത് ഉഹദ് മലയോളം വലിപ്പമുണ്ടാകും. നരകത്തിലെ ഒരു നിഷേധിയുടെ പല്ലിൻ്റെ വലിപ്പമാണ്. ഇത് മുഴുവനും കത്തിത്തീരുമ്പോൾ അല്ലാഹു തആല വീണ്ടും തൊലി നൽകും. അവിടെ ആ നരകം എന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ നരകത്തിലെ തീയുടെ ചൂട് എന്നത് ദുനിയാവിൽ നമ്മൾ കത്തിക്കുന്ന തീയുടെ 70 ഇരട്ടി ചൂടുണ്ടാകും. അഥവാ ഇവിടെയുള്ള ചൂടിൻ്റെ കൂടെ 69 ഇരട്ടി കൂടി അല്ലാഹു റബ്ബുൽ ആലമീൻ നരകത്തിൽ ഇരട്ടിപ്പിക്കും. ആ ചൂട്, അതിനുമാത്രം ചൂടുണ്ടാകും ആ നരകത്തിൽ. ആ നരകത്തിൽ അട്ടഹാസങ്ങളും തേങ്ങലുകളും മാത്രമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ആ നരകത്തിന് ഗർജനമുണ്ട്. ആ നരകം ഇങ്ങനെ അതിൻ്റെ ആളുകളിലേക്ക് തിരമ്പി വരും. തകാദു തമയ്യസു മിനൽ ഗൈർ, നരകം ഇങ്ങനെ രോഷം കൊണ്ട് പൊട്ടിത്തെറിക്കുവാനായിരിക്കുന്നു എന്നാണ്. അതിനു മാത്രമുള്ള ചൂട് അതിൻ്റെ അകത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. ഇശ്ശകത്തിന്നാറു ഇലാ റബ്ബിഹ, നരകം അതിൻ്റെ റബ്ബിനോട് ആവലാതി പറഞ്ഞു, പരാതി ബോധിപ്പിച്ചു. റബ്ബി അകല ബഅദി ബഅദ, അല്ലാഹുവേ, ഇതാ എന്നിൽ നിന്ന് ചിലതിനെ ഭക്ഷിക്കുന്നു. നരകത്തിൽ നിന്ന് ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിക്കുകയാണ്, തിന്നുകയാണ് എന്നാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല 2 നിശ്വാസത്തിന് അവസരം കൊടുത്തു നരകത്തിന്. ആ 2 നിശ്വാസമാണ് ദുനിയാവിലെ ഏറ്റവും കഠിനമായ ചൂടും ഏറ്റവും കടുത്ത തണുപ്പും. ഒരു നിശ്വാസം മാത്രമാണ്. അതിൻ്റെ അകത്തെന്തായിരിക്കും? നരകത്തിൽ ചൂട് എന്നതുപോലെ തന്നെ തണുപ്പ് കൊണ്ടുള്ള ശിക്ഷയുമുണ്ട്. തണുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് അനുഭവിച്ചവർക്കറിയാം, ചൂടിനേക്കാൾ പ്രയാസമാണ് ശൈത്യം. തണുപ്പൊരിക്കലും സുഖം നൽകുകയില്ല. കൊടും തണുപ്പ് എന്നത് ഒരുപാട് ആളുകൾ മരിച്ചു പോവാൻ കാരണമായിട്ടുണ്ട്. ചൂടിനേക്കാൾ, ചൂട് കൊണ്ട് മരിച്ചതിനേക്കാൾ തണുപ്പിൻ്റെ കാരണത്താൽ ആളുകൾ ഐസായി പോയിട്ടുണ്ട്. നരകത്തിൽ ആ രൂപത്തിലും ശിക്ഷയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ നരകത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണവും പാനീയവും നൽകപ്പെടുക അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അവിടെയുള്ളവർക്ക് വിശക്കും, ദാഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ, തീർച്ചയായും അതിക്രമകാരികളായ ആളുകൾക്ക് നാം നരകത്തീ ഒരുക്കി വച്ചിരിക്കുന്നു. അഹാത ബിഹിം സുറാദിഖുഹ, ആ നരകം എല്ലാ ഭാഗത്തു നിന്നും അവരെ വലയം ചെയ്യും. വയസ്തഗീഥു, ആ നരകത്തിൽ കിടന്നു വെന്തെരിയുമ്പോൾ അവർ വെള്ളത്തിനു വേണ്ടി, ഒരിറ്റു നീരിനു വേണ്ടി സഹായാർത്ഥന നടത്തും. യുഗാഥു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ, ആ സമയത്ത് അവർക്ക് പാനീയം, വെള്ളം നൽകപ്പെടും. എങ്ങനെയുള്ള വെള്ളമാണ്? കൽമുഹ്ൽ, ഈയം ഉരുക്കിയ രൂപത്തിലുള്ള വെള്ളമായിരിക്കും. യശ്വിൽ വുജൂഹ്, അത് കുടിക്കുവാൻ വേണ്ടി അവർ വായയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ മുഖം കരിഞ്ഞു പോയിട്ടുണ്ടാകും. ബിഅസ ശറാബു വസാഅത് മുർതഫഖ, അല്ലാഹു പറഞ്ഞു, എത്ര മോശമായ പാനീയമാണത്, എത്ര മോശമായ സങ്കേതത്തിലാണ് അവർ ഉള്ളത്. ഈ ആയത്ത് സൂറത്തുൽ കഹ്ഫിലുള്ള ആയത്താണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ ആയത്താണിത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ചില ആയത്തുകളിൽ പറഞ്ഞതായി കാണാം. അവർ നരകാവകാശികൾ, നരകത്തിൽ പ്രവേശിച്ച ആളുകൾ, അവർക്ക് കൊടുക്കപ്പെടുന്ന പാനീയം കുടിച്ചാൽ ഫതഖത്തഅത് അംആഅഹും, അവരുടെ കുടൽമാല പൊട്ടി പുറത്തേക്ക് വരുമെന്നാണ്. നരകത്തിലെ ചെറിയ ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നരകത്തിലുള്ള ചെറിയ ശിക്ഷ പോലും സഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്താണ് നരകത്തിലെ ചെറിയ ശിക്ഷയുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അദ്നാ അഹ്ലിൻ നാരി അദാബൻ യൻതഇലു ബിനഅലൈനി മിൻ നാർ യഗ്ലി ദിമാഗുഹു മിൻ ഹറാറത്തി നഅലൈ, തീർച്ചയായും നരകത്തിലെ ഏറ്റവും താഴ്ന്ന, ഏറ്റവും ചെറിയ നിസാരമായ ശിക്ഷ എന്നത് ഒരാൾക്ക് 2 ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടും. നരകത്തിലെ ആ 2 ചെരുപ്പുകൾ അവർ ധരിച്ചാൽ അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് തലയോട്ടി തിളച്ചു മറിയുമെന്നാണ്. തലയോട്ടി തിളച്ച് പുറത്തേക്ക് മറിയും ആ 2 ചെരുപ്പ് അണിയിക്കപ്പെട്ടാൽ. യഥാർത്ഥത്തിൽ നരകത്തിലെ ഏറ്റവും താഴ്ന്ന ശിക്ഷയാണത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ശിക്ഷ എന്തായിരിക്കും? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, ഇടതുപക്ഷക്കാർ അഥവാ നരകാവകാശികളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഫീ സമൂമിൻ വഹമീം, അവർക്ക് നരകത്തിലെ കടുത്ത ചുടുകാറ്റായിരിക്കും. വഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളമായിരിക്കും, പാനീയമായിരിക്കും അവർക്ക് കൊടുക്കപ്പെടുക. ഒരുപാട് റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ലൗ റഅയ്തും മാ റഅയ്തു ലളഹിക്തും ഖലീല വലബകൈതും കതീറ, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായി കരയുകയും
കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. സഹാബികൾ ചോദിച്ചു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് അങ്ങ് കണ്ടത്? ഇങ്ങനെ കുറച്ച് ചിരിക്കാനും ധാരാളം കരയുവാനും അങ്ങെന്താണ് കണ്ടത് നബിയെ? ഖാല, അവിടുന്ന് പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവും കണ്ടിരിക്കുന്നു. സ്വർഗവും നരകവും ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിൽ സുഖങ്ങളും സുഖാനുഭൂതികളും മാത്രമായിരുന്നു അവിടുന്ന് കണ്ടിരുന്നത്. എന്നാൽ നരകത്തിലേക്ക് നോക്കിയപ്പോൾ അവിടുന്ന് കണ്ട കാഴ്ച അതിഭീകരമാണ്. പല രൂപത്തിലുള്ള ശിക്ഷകളും അവിടുന്ന് കാണുകയുണ്ടായി. അത് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ടതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, ധാരാളം കരയുമായിരുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അതങ്ങനെ തന്നെയാണ്. നരകം അതിനെക്കുറിച്ച് കണ്ടതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറക്കമൊഴിച്ച് രാത്രി നിസ്കാരം നിർവഹിച്ചിരുന്നത്. അവിടുത്തെ കാല് നീര് വന്ന് പൊട്ടുമാർ അവിടുന്ന് നിസ്കരിച്ചത് ഈ നരകം ഭയന്നുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവിടുന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്തയാളാണ്. അള്ളാഹു അവിടുത്തേക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട്. അവിടുന്നാണ് ആദ്യമായി ഖബറിൽ നിന്നും പുറത്തേക്ക് വരിക. അവിടുന്നാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുക. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്ന് വിറച്ചിരുന്നു എന്നാണ്. സഹാബികൾ, നമ്മുടെ നല്ലവരായ സഹാബികൾ, ഈ ഉമ്മത്തിലെ നേതാക്കന്മാർ, അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചത്, അവരുടെ ജീവിതം പാകപ്പെടുത്തിയത് ഈ നരകം ഭയന്നത് കൊണ്ടാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നി റഅയ്തുൽ ജന്ന ഫതനാവൽതു മിൻഹാ ഉൻഖൂദൻ, എനിക്ക് സ്വർഗം കാണിക്കപ്പെടുകയുണ്ടായി. ആ സ്വർഗത്തിൽ നിന്നും ഒരു മുന്തിരിക്കുല ഞാനിങ്ങനെ കൈനീട്ടി എടുക്കാൻ നോക്കിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലൗ അഖൽതുഹു ലഅകൽതു മിൻഹു മാ ബഖിയത്തി ദുനിയ, ഞാൻ അതെങ്ങാനും എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്നുവെങ്കിൽ ദുനിയാവ് ബാക്കിയാവുന്ന കാലം വരെ നിങ്ങൾക്കതിൽ നിന്ന് ഭക്ഷിക്കാമായിരുന്നു. സ്വർഗത്തിൻ്റെ അവസ്ഥ അതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വറഅയ്തുന്നാർ, ഞാൻ നരകം കാണുകയുണ്ടായി. ഫലം അറ കൽയൗമി മൻദറൻ ഖത്തു, അതുപോലെയുള്ള ഒരു ഭീകരമായ ഒരു കാഴ്ച മറ്റൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, വറഅയ്തു അക്സറ അഹ്ലിഹ നിസാഅ, ആ നരകത്തിൽ ഞാൻ അധികവും കണ്ടത് സ്ത്രീകളെയാണ്. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വറഅയ്തു അക്സറ അഹ്ലിഹ നിസാഅ, സ്ത്രീകളെയാണ് നരകാവകാശികളിൽ അധികവും ഞാൻ കണ്ടത്. സഹാബികൾ ചോദിച്ചു, ബിമ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂലേ? ഖാല, അവിടുന്ന് പറഞ്ഞു, ബികുഫ്രിഹിന്ന, അവരുടെ നിഷേധം കാരണത്താൽ. എന്താണ് ചോദിക്കപ്പെട്ടു? അയക്ഫുർന ബില്ലാഹ്, അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാവുന്നത് കൊണ്ടാണോ? ഖാല, അവിടുന്ന് പറഞ്ഞു, അല്ല, അവർ വിശ്വാസികളാണ്, വിശ്വാസിനികളാണ്, മുസ്ലിമീകളാണ്. പക്ഷേ ബികുഫ്രിൽ അശീർ, ഭർത്താവിനെ അവർ ധിക്കരിക്കും, ഭർത്താവിനോട് നന്ദികേട് കാണിക്കും. വബികുഫ്രി അൽ ഇഹ്സാൻ, ഭർത്താവ് ചെയ്തു കൊടുത്ത നന്മകളെ അവർ അവഗണിക്കും, നിഷേധിക്കും. എത്രത്തോളം? ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹ്റ ثم رأت منك شيئا قالت ما رأيت منك خيرا قط, കാലം മുഴുവനും, ആയുസ് മുഴുവനും അവർക്കൊരാൾ നന്മ ചെയ്തു കൊടുത്താലും, എല്ലാവിധ സുഖ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്താലും, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടായാൽ അവർ പറയും, നിങ്ങൾ എപ്പോഴാണ് എനിക്കൊരു നന്മ ചെയ്തു തന്നത്? നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്നവർ ചോദിക്കും. പ്രിയമുള്ളവരെ, ആ ചോദ്യം നരകത്തിലേക്ക് പോവാനുള്ള ചോദ്യമാണ് എന്നാണ്. സഹോദരിമാർ, സ്ത്രീകൾ, ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണിത്. പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നരകത്തിൽ കണ്ടിട്ടുണ്ട്. പല കാരണങ്ങളാണ് അതിനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞു, ഖുൽ, പറയുക നബിയെ, നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ, പറയുക, നരകം, അതിലെ ചൂട് എന്നത് കഠിനമായ ചൂടാണ്, അവർ ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഒരു യുദ്ധത്തിന്, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞപ്പോൾ മുനാഫിഖുകളായ ചില ആളുകൾ
ചൂടുകൊണ്ടാണ് ഞങ്ങൾ പിന്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് മാറി നിന്നു. അള്ളാഹു പറയുകയാണ്, ഖുൽ നബി അവരോട് പറയുക, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിലെ ചൂട് എന്നത് കടുത്ത ചൂടാണ്. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഫല്യദ്ഹഖൂ ഖലീലാ വല്യബ്കൂ കസീറാ, അതുകൊണ്ടവർ കുറച്ചു മാത്രം ചിരിച്ചു കൊള്ളട്ടെ, ധാരാളമായി കരയുകയും ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹു പറയുന്നു, ആ നരകത്തിന്റെ ഭീകരത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കല്ല, ആ നരകം അങ്ങനെയല്ല. ഇന്നഹാ ലളാ നസാഅതൻ ലിശവാ, കത്തിയേരിയുന്ന നരകം. ആ നരകം തലയോട്ടി ഉരിച്ചു കളയുമെന്നാണ്. തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഔആ, ആ നരകത്തിൽ നിന്ന് തിരിഞ്ഞോടുന്നവരെ അത് അതിലേക്ക് വിളിച്ചു വരുത്തും. സമ്പത്തും സ്വത്തുക്കളും ഒരുമിച്ച് കൂട്ടിയ ആളുകളെ ആ നരകം അവരിലേക്ക് തിരമ്പി വന്ന് അവരെ പിടിച്ചു വലിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നരകത്തിനെ കുറിച്ച്. നരകമെന്നത് ശിക്ഷകൾ മാത്രമാണ്. ഒരു ശുഭ പ്രതീക്ഷയും നരകത്തെക്കുറിച്ച് വെച്ചു പുലർത്തേണ്ടതില്ല. ചില ആളുകൾക്ക് ധാരണയുണ്ട്, കുറച്ചു കാലം നരകത്തിൽ കടന്നിട്ട് പിന്നെ സ്വർഗത്തിൽ വരാമല്ലോ. ഇല്ല പ്രിയമുള്ളവരെ, ആ നരകത്തിൻ്റെ വക്കിലേക്ക് വരണമല്ലോ എന്നാലോചിച്ചത് കൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ആ നരകത്തിൻ്റെ വക്കിലേക്ക് വരിക എന്നത് പോലും പ്രയാസകരമാണ്. അപ്പോൾ പിന്നെ കുറച്ചു കാലം ശിക്ഷ അനുഭവിച്ചിട്ട് തിരിച്ചു വരാമെന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? കുറച്ചു കാലമെന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ച ദിവസമാണോ അവിടെ? നമ്മൾ വിസ എടുത്ത് പോകുന്നതാണോ? 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് 1 മാസത്തേക്ക് പോകുന്നത് പോലെയാണോ? അല്ല. നരകത്തിലെ അതല്ലെങ്കിൽ പരലോകത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കാത്തതാണ്. ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50,000 വർഷങ്ങൾ ദൈർഘ്യമുണ്ട് പരലോകത്ത് ഒരു ദിവസത്തിന്. ആ ദൈർഘ്യം എന്നാൽ എന്താണ്? നമ്മൾ ചിന്തിച്ചു നോക്കൂ. 50,000 പോയിട്ട് 500 വർഷം പോലും നമ്മൾ ജീവിക്കുകയില്ല. പോട്ടെ 50 തികക്കാൻ സാധിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. എങ്ങനെ ആ നരകത്തിലെ ഒരു നിമിഷം നമുക്ക് സഹിക്കാൻ സാധിക്കും? ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? കുറച്ചൊക്കെ പരീക്ഷണം അനുഭവിച്ചിട്ട്, കുറച്ച് പ്രയാസം അനുഭവിച്ചിട്ട് പിന്നെ സൂഹിച്ചാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളതല്ല. ഏറ്റവും നല്ലതാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക. പ്രിയമുള്ളവരെ, നരകവും സ്വർഗവും കെട്ടുകഥകളല്ല. അതിനെ ആരൊക്കെ നിഷേധിച്ചാലും ആരൊക്കെ പരിഹസിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ്, രണ്ടും സത്യമാണ്. ആ രണ്ടും അല്ലാഹു തആല സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നരകം മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെട്ടത്. സ്വർഗവും അല്ലാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, അല്ലാഹു തആല സ്വർഗവും നരകവും സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നോക്കിയിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, റബ്ബേ, സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. കാരണം സ്വർഗത്തിൽ സുഖങ്ങൾ മാത്രമാണ്. നരകം പോയി കണ്ടു. എന്നിട്ട് തിരിച്ചു വന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, നരകത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല. കാരണം നരകം അതിഭീകരമാണ്, അതികഠിനമാണ്. അല്ലാഹു തആല സ്വർഗത്തെ മക്കാരിഹുകൾ കൊണ്ട് വലയം ചെയ്തു. അഥവാ മനുഷ്യന് അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട്, അഥവാ മനുഷ്യന് പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സ്വർഗത്തെ വലയം ചെയ്തു. എന്ന് പറഞ്ഞാൽ മനുഷ്യന് മടി തോന്നുന്ന, പൊതുവെ അലസത തോന്നുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് സ്വർഗത്തെ വലയം ചെയ്തു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോയി നോക്കാൻ പറഞ്ഞു. അദ്ദേഹം നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഒരാളും ആ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. നരകത്തെ അല്ലാഹു ഷഹവാത്തുകൾ കൊണ്ട് വലയം ചെയ്തു, അഥവാ ദേഹേച്ഛകൾ കൊണ്ട് വലയം ചെയ്തു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, പോയി നോക്കിയിട്ട് വരിക. നേരത്തെ നരകത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവേ, ഒരാളും രക്ഷപ്പെടുകയില്ല എന്നാണ് ഞാനിപ്പോൾ ഭയപ്പെടുന്നത്. സഹോദരങ്ങളെ, സ്വർഗം നമുക്ക് പൊതുവെ മനുഷ്യ മനസ്സിന്
പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു വലയം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് പ്രയാസം തോന്നുന്നോ, സ്വർഗം ഓർമ്മിക്കുക. ആ സ്വർഗത്തിൽ ഈ പറഞ്ഞ പ്രയാസം ഭേദിച്ച് കടന്നാൽ മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നരകത്തിലേക്ക് പോകാനുള്ള പണി എളുപ്പമാണ്. മനുഷ്യൻ്റെ മനസ്സ് മന്ത്രിക്കുക പൊതുവേ തിന്മകൾ, അലസത, മടി, ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ അത് ഭേദിച്ച് കടന്നാൽ മാത്രമേ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് സഹോദരങ്ങളെ സ്വർഗവും നരകവും. അള്ളാഹു അതാ ഓർമ്മപ്പെടുത്തി നരകത്തെക്കുറിച്ച്. ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറ. തീർച്ചയായും അള്ളാഹു സത്യനിഷേധികളെ ശപിച്ചിരിക്കുന്നു, അവർക്ക് കത്തിയെരിയുന്ന നരകം ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദ ലാ യജിദൂന വലിയൻ വലാ നസീറ. അവരതിൽ നിത്യവാസികളായിരിക്കും. അവരെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ഒരു സഹായിയോ ഒരു രക്ഷാധികാരിയോ ഇല്ല. എന്നിട്ട് അള്ളാഹു നരകത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ആ ദിവസം. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ്. സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തുകൾ നമുക്ക് ചിന്തിക്കാനുള്ള റബ്ബിൻ്റെ വാക്കുകളാണ്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന അന്ന് അതിൻ്റെ ആളുകൾ, നരകാവകാശികൾ പറയും, യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ നഷ്ടമേ എന്നവർ അന്ന് വിലപിക്കും. ഇന്ന് നമുക്ക് സമയമുണ്ട്. നാളെ മുഖം കുത്തി വീഴുമ്പോൾ ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് പറയണ്ട എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളത് ശ്രദ്ധിക്കണം, ഞാനും നിങ്ങളും. അള്ളാഹു പറയുന്നു, വഖാലു, അവർ പറയും, റബ്ബന ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല. റബ്ബേ, ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന നേതാക്കന്മാർ, വലിയ വലിയ ആളുകൾ, അവരെ ഞങ്ങൾ അനുസരിച്ചു പോയി. നാട്ടിലുള്ള പൊതുവെ പണ്ടേ ആചരിച്ചു വന്നതാണ് എന്ന് പറഞ്ഞ് വഴികേടിൻ്റെ ആളുകളെ, അവരുടെ ആ വാചകങ്ങൾ നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങിപ്പോയി. റബ്ബേ, അവരുടെ ആ വാക്കുകൾ അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു. റബ്ബന ആതിഹിം ദിഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ. അല്ലാഹുവേ, അവർക്ക് ഇരട്ടി ശിക്ഷ നീ നൽകണേ, അവരെ നീ വലിയ ശാപം ശപിക്കണേ എന്ന് നരകാവകാശികൾ അവിടെ വെച്ച് അള്ളാഹുവിനോട് പറയും. ദുനിയാവിൽ തെറ്റിൻ്റെ കാര്യത്തിൽ അഥവാ തിന്മയിൽ, വഴികേടിൽ മറ്റുള്ളവരെ പിൻപറ്റി അങ്ങനെ നശിച്ചുപോയ ആളുകൾ പരലോകത്ത് വിലപിക്കുന്നവരുടെ വിലാപമാണിത്, അവരുടെ അട്ടഹാസമാണിത്. ഇന്ന് നമുക്ക് ചിന്തിക്കാം, സത്യം മനസ്സിലാക്കി ആ സത്യം പിൻപറ്റി അതിൻ്റെ വക്താക്കളായി ജീവിച്ചാൽ നേരത്തെ പറഞ്ഞ് സ്വർഗം ലഭിക്കും. ഫരീഖുൻ ഫിൽ ജന്ന എന്ന് പറയുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് പോവാൻ സാധിക്കും. അതല്ല, ഇതുപോലെ വഴികേടിലായി ജീവിച്ചാൽ ആ വഴികേടിലാക്കിയ ആളുകൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്ന രംഗമാണിത്. അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ഇന്ന് സത്യം പറയുന്നവരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയും അല്ലാത്ത വ്യർത്ഥമായ ബാത്തിലായ കാര്യങ്ങൾ പറയുന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ പൂജിക്കുകയും ചെയ്ത് നാളെ അവർക്കെതിരിൽ പറയുന്ന വാക്കുകളാണിത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം. ഇതിലേതെങ്കിലും ഒന്നിൽ ഉറപ്പാണ്, ഇതിലേതിൽ ആവണം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സ്വർഗക്കാരെല്ലാവരും സ്വർഗത്തിലായി കഴിഞ്ഞാൽ, നരകക്കാരെല്ലാവരും നരകത്തിലായി കഴിഞ്ഞാൽ പിന്നീട് ഒരാളും മരിക്കുകയില്ല, പിന്നീട് ഒരു മരണമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യദ്ഖുലു അഹ്ലുൽ ജന്നതി വഅഹ്ലുൻ നാരിൻ നാറ, യദ്ഖുലു അഹ്ലുൽ ജന്നതിൽ ജന്നത വഅഹ്ലുൻ നാരിൻ നാറ. സ്വർഗക്കാരെല്ലാവരും സ്വർഗത്തിലും നരകക്കാരെല്ലാവരും നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ, സുമ്മ യഖൂമു മുഅദ്ദിനുൻ ബൈനഹും, അവർക്കിടയിൽ വിളിച്ചു പറയുന്ന ഒരാൾ വിളിക്കും, യാ അഹ്ലൻ നാർ ലാ മൗത്ത് വയാ അഹ്ലൽ ജന്നതി ലാ മൗത്ത് ഖുലൂദുൻ. നരകക്കാരെ, നിങ്ങൾക്കിനി മരണമില്ല,
സ്വർഗക്കാരെ, നിങ്ങൾക്കിനി മരണമില്ല, നിങ്ങൾ നിത്യവാസികളാണ്. പിന്നീട് എല്ലാവരും നിത്യവാസികളായിരിക്കും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിശദീകരിക്കുന്നു. യുഅ്താ ബിൽ മൗതി കഹൈഅതി കബ്ശിൻ അംലഹ്. പരലോകത്ത് എല്ലാവരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, നരകക്കാരെല്ലാവരും നരകത്തിലെത്തിക്കഴിഞ്ഞാൽ മരണത്തെ ഒരാടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെടും. ഫയുനാദി മുനാദിൻ, ഒരാൾ വിളിക്കും, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ. ഫയശ്റഇബൂന വയൻദുറൂൻ, അവരിങ്ങനെ പ്രതീക്ഷയോടുകൂടി ആ വിളി കേട്ട ഭാഗത്തേക്ക് നോക്കും. ഫയഖൂൽ, അപ്പോൾ പറയും, ഹൽ തഅരിഫൂന ഹാദാ, ഈ കാര്യം, ഈ വസ്തുവിനെ നിങ്ങൾക്കറിയുമോ? ഫയഖൂലൂൻ, അവർ പറയും, നഅം ഹാദൽ മൗത്ത്, അറിയാം, ഇത് മരണമാണ്. വകുല്ലുഹും ഖദ് റആഹു, കാരണം അവരെല്ലാവരും മരണം കണ്ടതാണ്. സുമ്മ യുനാദി യാ അഹ്ലൻ നാർ, നരകക്കാരെ വിളിക്കും, അല്ലയോ നരകക്കാരെ. ഫയശ്റഇബൂന വയൻദുറൂൻ, അവരും പ്രതീക്ഷയോടുകൂടി നോക്കും. ഫയഖൂൽ, ചോദിക്കും, വഹൽ തഅരിഫൂന ഹാദാ, ഇത് നിങ്ങൾക്കറിയുമോ? എന്താണ് ഈ വസ്തു എന്ന് നിങ്ങൾക്കറിയുമോ? ഫയഖൂലൂൻ, അവർ പറയും, നഅം ഹാദൽ മൗത്ത്, അറിയാം, ഇത് മരണമാണ്. വകുല്ലുഹും ഖദ് റആ, കാരണം അവരെല്ലാവരും മരണം കണ്ടവരാണ്. ഫയുദ്ബഹു, എല്ലാവരുടെയും മറുപടി കേട്ടതിന് ശേഷം ആ ആടിനെ അറുക്കപ്പെടും. സുമ്മ യഖൂൽ, എന്നിട്ട് പറയും, യാ അഹ്ലൽ ജന്നത്തി ഖുലൂദുൻ ഫലാ മൗത്ത്, സ്വർഗക്കാരെ, നിങ്ങൾ നിത്യവാസികളാണ്, ഇനി നിങ്ങൾക്ക് മരണമില്ല. വയാ അഹ്ലൻ നാർ ഖുലൂദുൻ ഫലാ മൗത്ത്, നരകക്കാരെ, നിങ്ങൾ നിത്യവാസികളാണ്, നിങ്ങൾക്കിനി മരണമില്ല, ഇനി അവിടെ മരിക്കുകയില്ല. സ്വർഗത്തിലും നരകത്തിലും എത്തേണ്ടവരെല്ലാവരും എത്തിക്കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്, നരകത്തിൽ ശിക്ഷ സഹിക്കാൻ സാധിക്കാതെ, ശിക്ഷ താങ്ങാൻ സാധിക്കാതെ നരകാവകാശികൾ വിളിക്കും, വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബിനോട് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് തീർപ്പ് കൽപ്പിക്കാൻ, ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ ഒന്ന് പറഞ്ഞാലോ. അവിടെ മരിക്കുകയില്ല. നരകത്തിൽ സത്യനിഷേധികൾ, മുശ്രിക്കുകൾ, അതുപോലെ മുനാഫിഖുകൾ അവിടെ നിത്യവാസികളായിരിക്കും, ഒരിക്കലും പിന്നീട് പുറത്തേക്ക് വരികയില്ല. നരകത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുണ്ടാകും, അവർക്ക് അല്ലാഹു തആല ശിക്ഷ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ സ്വർഗത്തിലാക്കും. അതിനുശേഷമാണ് ഈ പറഞ്ഞ രൂപത്തിൽ മരണത്തെ അറുക്കുക, പിന്നെ ഒരാളും മരിക്കുകയില്ല. ഇത്രത്തോളം നരകക്കാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ആ നരകത്തിൽ അവർ ജീവിക്കുകയില്ല, മരിക്കുകയുമില്ല. നരകത്തിൽ ജീവിക്കുകയില്ല, മരിക്കുകയുമില്ല. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നരകത്തിൽ യഥാർത്ഥത്തിൽ അവിടെ ജീവിതമല്ല, മറിച്ച് ശിക്ഷകൾ മാത്രമാണ്. മുകളിലും താഴെയും തീയായിരിക്കും, ചൂടായിരിക്കും. ഓരോന്നിനും ഓരോ പ്രവർത്തനങ്ങൾക്കും ശിക്ഷയുണ്ടാകും. ഓരോന്നിനും ഓരോ രൂപത്തിലായിരിക്കും ശിക്ഷകൾ ഉണ്ടാവുക. അള്ളാഹുവിനെ നിഷേധിച്ചതിന് വേറെ, നിസ്കരിക്കാത്തതിന് വേറെ, നോമ്പെടുക്കാത്തതിന് വേറെ, ജക്കാത്ത് കൊടുക്കാത്തതിന് വേറെ, ഓരോ തിന്മകൾക്കും വ്യത്യസ്ത രൂപത്തിലുള്ള പല രൂപത്തിലാണ് ശിക്ഷകൾ ഉണ്ടാവുക. ചങ്ങലകളും കൊളുത്തുകളുമുണ്ട്. അതുപോലെ തീയിലിട്ട് കരിക്കും, അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിവിടും. ഒരുപാട് ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, പിന്നീട് മരിക്കാൻ ആഗ്രഹിച്ചാലും അവിടെ മരിക്കുകയില്ല. അല്ലാഹു പറഞ്ഞില്ല, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, അല്ലാഹുവിനെ നിഷേധിച്ച ആളുകൾ അവർക്കാകുന്നു കത്തിയെരിയുന്ന നരകം. ആ നരകത്തിൽ അവർക്ക് അവരുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുകയില്ല, അവർ മരിക്കുകയില്ല. എങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു നിഷേധികളായ ആളുകൾക്ക് ശിക്ഷകൾ നൽകുക. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വഹും യസ്തരിഖൂന ഫീഹ, ആ നരകത്തിൽ കിടന്നവർ അട്ടഹസിക്കും. റബ്ബന അഖ്രിജ്ന നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, അല്ലാഹുവേ, ഞങ്ങളെ ഒന്ന് നീ പുറത്താക്കണേ, ഞങ്ങളെ ഒന്ന് നീ രക്ഷപ്പെടുത്തണേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് നീ മടക്കി അയക്കണേ, ഞങ്ങൾ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മം ചെയ്തിട്ട് തിരിച്ചു വരാം. അള്ളാഹുവിൻ്റെ മറുപടി
സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും ഇപ്പോൾ നമ്മുടെ നെഞ്ചിലേറ്റിയാൽ നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു ചോദിക്കും, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കുന്നവരോടൊപ്പം ചിന്തിക്കാൻ, ഉറ്റാലോചിക്കാൻ നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? നിങ്ങളിലേക്ക് താക്കീതുകാർ, മുന്നറിയിപ്പുകാർ വന്നില്ലേ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ധാരാളം നമുക്ക് കാണാം. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ സ്വർഗം, അതല്ലെങ്കിൽ നരകം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഹക്കാണ്, സത്യമാണ്. ഇതാണ് പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് അൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പ്. രണ്ടാമത്തേത് അൽ ഹിസാബ് വൽ ജസാ, വിചാരണയും പ്രതിഫലവും. മൂന്നാമത്തേത് സ്വർഗവും നരകവും. അതിൻ്റെ കൂടെ പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് നാം വിശ്വസിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽപ്പെട്ടതാണ് ഓരോരുത്തരുടെയും ഖിയാമത്ത് അവരവരുടെ മരണത്തോടുകൂടി ആരംഭിക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഖബറിലെ ഫിത്ന അഥവാ ചോദ്യം, ഇത് നമ്മുടെ പരലോക വിശ്വാസത്തിൽപ്പെട്ടതാണ്. എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അത് ഖബറടക്കം ചെയ്തവരായാലും ശരി, കത്തി എരിഞ്ഞവരായാലും ശരി, ഇനി വല്ല മൃഗവും ഭക്ഷിച്ചാലും ശരി, മത്സ്യം വിഴുങ്ങിയാലും ശരി, എന്തായാലും ശരി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചോദ്യമുണ്ട്. 3 ചോദ്യങ്ങൾ പ്രധാനമായും ചോദ്യം ചെയ്യും. റബ്ബിനെ കുറിച്ച് മൻ റബ്ബുക എന്ന് ചോദിക്കും, മാ ദീനുക എന്ന് ചോദിക്കും, അഥവാ ദീനിനെ കുറിച്ച് ചോദിക്കും, നമ്മിലേക്ക് അയച്ച റസൂലിനെ കുറിച്ച് ചോദിക്കും. 3 ചോദ്യങ്ങളുണ്ട്. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞവർ രക്ഷപ്പെട്ടു. എന്താണ് ഉത്തരം പറയേണ്ടത്? ആരാണ് റബ്ബ് എന്ന് ചോദിച്ചാൽ റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയണം. ഏതാണ് നിന്റെ മതം എന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ് എന്ന് പറയണം. ഇതാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കും. അപ്പോൾ ഇതെൻ്റെ റസൂലാണ് എന്ന് പറയണം. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു എന്നാണ്. ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ദുനിയാവിൽ ഹിഫ്ലാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിലുള്ള ഈമാൻ, ആ റബ്ബിൻ്റെ കൽപ്പനകൾ പാലിച്ച് റബ്ബിനെ അനുസരിച്ച് മുസ്ലിമായി മുഅ്മിനായി ജീവിക്കണം. എങ്കിലേ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമാണ് ദീൻ, മതം എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ദീനിൻ അനുസരിച്ച് ജീവിക്കണം. അത് കൃത്യമായി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതെൻ്റെ റസൂലാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവിടുത്തെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു തആല മുഅ്മിനീങ്ങളെയാണ് ഉറപ്പിച്ചു നിർത്തുക, അല്ലാത്തവരെ തെറ്റിച്ചു കളയും. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഇഹലോകത്തും പരലോകത്തും മുഅ്മിനീങ്ങളെ അള്ളാഹു സുസ്ഥിരമായ വാക്കുകൊണ്ട് ഉറപ്പിച്ചു നിർത്തും. ഇഹലോകത്ത് എന്ന് പറഞ്ഞാൽ മരണസമയത്താണ്. മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അള്ളാഹു ജീവിതം മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച ഒരു മനുഷ്യന് അള്ളാഹു അവസരം കൊടുക്കും. അല്ലാത്തവരെ അള്ളാഹു തെറ്റിച്ചു കളയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുകയില്ല. അതേപോലെ ഖബറിൽ മരണാനന്തരമുള്ള ചോദ്യവും അള്ളാഹു അവിടെ ഉറപ്പിച്ചു നിർത്തും മുഅ്മിനീങ്ങളെ. അല്ലാത്തവർ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ ഹാ ഹാ ലാ അദ്രി എന്ന് പറയും. എനിക്കറിയില്ല എന്ന് അട്ടഹസിച്ചു പറയും. അതുപോലെ സഹോദരങ്ങളെ, ഖബറിലെ ശിക്ഷകൾ, ഖബറിൽ ഒന്നല്ലെങ്കിൽ രക്ഷയായിരിക്കും, അതല്ലെങ്കിൽ ശിക്ഷയായിരിക്കും. അഥവാ മരണശേഷം ബർസഖി ജീവിതത്തിൽ അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശി. നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ്റെ ഇരിപ്പിടം അവന് കാണിക്കപ്പെടും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന വ ഇൻ കാന മിൻ അഹ്ലിൻ നാർ ഫമിൻ അഹ്ലിൻ നാർ യുഖാലു ഹാദാ മഖഅദുക ഹത്താ യബ്അസക അല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. സ്വർഗ്ഗക്കാരനാണെങ്കിൽ സ്വർഗ്ഗം അവന് കാണിച്ചു കൊടുക്കും.
പ്രഭാതത്തിലും പ്രദോഷത്തിലും. നരകക്കാരനാണെങ്കിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന് നരകം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇതാണ് നിന്റെ ഇരിപ്പിടം, നിനക്ക് പോവാനുള്ള സ്ഥലം ഇതാണ്, അള്ളാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അതിലേക്ക് കൊണ്ടുപോകും എന്നാണ്. രക്ഷാശിക്ഷകൾ ഉണ്ട്. മുഅ്മിനീങ്ങൾക്കാണ് അവിടെ രക്ഷ, അല്ലാത്തവർക്കാണ് അവിടെ ശിക്ഷയുള്ളത്. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആരാണോ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചത്, ശേഷം ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചത്, അഥവാ ദീൻ പാലിച്ച് ജീവിച്ചത്, അവർ മരിക്കാൻ സമയത്ത് അവരുടെ അരികിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, മറിച്ച് നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചു കൊള്ളുക. നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗം, അത് മരണസമയത്ത് ഓരോ മുഅ്മിനിനും സന്തോഷ വാർത്ത അറിയിക്കും. പിന്നീട് അള്ളാഹു പറഞ്ഞതുപോലെ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. അള്ളാഹുമായി സാമീപ്യം ലഭിച്ച മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഖങ്ങളും സുഖാനുഭൂതിയും ആ സ്വർഗത്തിലെ കൺകുളിർമയുള്ള കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഖബറിലേക്ക് ബർസഖി ജീവിതത്തിൽ അയാൾക്ക് ഉണ്ടായിരിക്കുക. അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്നുള്ള തീക്കാറ്റും ചൂടുമായിരിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ വിശ്വാസവും നമ്മുടെ പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഖബറിൽ നടക്കാനിരിക്കുന്ന കാര്യം അതും സംഭവിക്കാനുള്ളതാണ്. അതാണ് ആദ്യം സംഭവിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം. അതും നമ്മുടെ പരലോക വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ കേവലം ഇങ്ങനെ ഒരു കാഴ്ചയാണ്, സ്വപ്നം കാണുന്നത് പോലെയാണ്. അല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ഒരുമിച്ച് അനുഭവിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഖബറിലെ രക്ഷാശിക്ഷയും ചോദ്യവും എല്ലാം. ഇതൊക്കെ നമ്മുടെ പരലോക വിശ്വാസത്തിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുക, ഇതിനു വേണ്ടി പ്രയത്നിക്കുക. ഈ സ്ഥലങ്ങളിലെല്ലാം രക്ഷപ്പെട്ട് നേരത്തെ പറഞ്ഞ സ്വർഗത്തിൻ്റെ അവകാശികളാവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനമായി ഈ ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ പരലോക വിശ്വാസം ഇത്രയും നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഇത് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാനും നമ്മെ പ്രേരിപ്പിക്കും. കാരണം ഈ വിശ്വാസമാണ് സഹോദരങ്ങളെ നന്നാവാൻ, നല്ല ഒരാളായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മതനിഷേധിയായ, വിശ്വാസമില്ലാത്ത, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരുവന് ഇതൊന്നും പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് തന്നെ ധാർമ്മികത എന്നതോ അതല്ലെങ്കിൽ നല്ല ഒരു പ്രവർത്തനം എന്നതോ അവൻ്റെ അജണ്ടയിൽ ഉണ്ടാവുകയില്ല. എന്നാൽ ഒരു വിശ്വാസി അങ്ങനെയല്ല. വാക്കുകളും പ്രവൃത്തികളും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവനവൻ്റെ കാര്യം ശ്രദ്ധിച്ച് പരലോകം പ്രതീക്ഷിച്ച് അങ്ങനെ ജീവിക്കുന്നവനായിരിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മെ ഇത് സഹായിക്കും. കാരണം നമ്മൾ കേട്ടു, ഉയർത്തെഴുന്നേറ്റ് മഹ്ശറിൽ വരുമ്പോൾ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് വേർപ്പിലായിരിക്കും. ഏടുകൾ നൽകും. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ. നമ്മുടെ തിന്മകളാണ് നമ്മെ അതിജയിച്ചത് എങ്കിൽ, നമ്മുടെ നന്മകളെ അതിജയിച്ചത് എങ്കിൽ കത്തിയെരിയുന്ന നരകാവകാശികളായി പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഏതൊരു തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ ഈ വിശ്വാസം നമ്മെ സഹായിക്കും. തിന്മകളെന്ന് കേൾക്കുമ്പോൾ നരകം ഓർമ്മ വരാനും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രയത്നം നമ്മെ അത് സഹായിക്കും. മൂന്നാമത്തെ കാര്യം, ദുനിയാവിലെ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും പരലോകമുണ്ടല്ലോ എന്ന ചിന്ത അത് നമ്മെ സഹായിക്കും. നമുക്ക് സന്തോഷം നൽകും, നമുക്ക് ആശ്വാസം നൽകും. നിങ്ങൾ നോക്കൂ, ഇഹലോകത്ത് എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ജയിലാണ്. എന്നാൽ ഒരു കാഫിർ, ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗമായിരിക്കും, എങ്ങനെയും ജീവിക്കാം. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ മുഅ്മിനിന് ഈ ജയിൽ സ്വർഗമാകും, യഥാർത്ഥ സ്വർഗം ലഭിക്കും. കാഫിറിന് അവൻ്റെ സ്വർഗം മാറി പിന്നീട് തീരാ ദുഃഖവുമായിരിക്കും. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം
പരീക്ഷണങ്ങളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, നഷ്ടങ്ങളുണ്ടാവാം, ആഗ്രഹിച്ചത് കിട്ടാതിരുന്നേക്കാം. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടി വരിക. എല്ലാവർക്കും അവരുടേതായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, പണക്കാരെ, സമ്പന്നരെ നോക്കൂ, അവർക്ക് ആ സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണമായിരിക്കും. അതെവിടെ കൊണ്ട് ചെലവഴിക്കണം, അതെന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ടെൻഷനായിരിക്കും. എന്നാൽ ഒന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ചുള്ള പ്രയാസത്തിലായിരിക്കും അയാൾ. ഓരോരുത്തർക്കും അള്ളാഹു ഓരോ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ പരീക്ഷണങ്ങളെല്ലാം അതിജയിക്കാനും അതിൽ ക്ഷമിക്കാനും അള്ളാഹുവിനെ സൂക്ഷിക്കാനും നഷ്ടബോധം ആലോചിച്ച് അള്ളാഹുവിനെ പരിഹസിക്കാതിരിക്കാനും ഈ വിശ്വാസം നമ്മെ സഹായിക്കും. എന്തൊക്കെ വന്നാലും പരലോകമുണ്ടല്ലോ. ഒരാൾ നമ്മളെ പറ്റിച്ചു എന്ന് വിചാരിക്കാം, പരലോകമുണ്ടല്ലോ, നാളെ റബ്ബിൻ്റെ മുന്നിൽ അവനും ഞാനും വരണമല്ലോ എന്ന് നമുക്ക് പറയാം. അതാണ് ഒരു വിശ്വാസിയുടെ സമാധാനം. അവൻ എല്ലാ കാര്യത്തിലും നിർഭയനായിരിക്കും. ഇതുപോലെ നിർഭയത്വത്തിൽ ജീവിക്കാൻ സാധിക്കും. എന്ത് സംഭവിച്ചാലും ഈ ജീവിതം അവസാനിച്ചാൽ പിന്നീട് പരലോകം വരാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരലോക വിശ്വാസം. ഒരുപാട് ആശ്വാസവും സമാധാനവും നൽകും. കാരണം ഈ ദുനിയാവിലെ ജീവിതം എന്നത് നമ്മുടെ ശ്വാസം കഴിഞ്ഞാൽ അതോടുകൂടി പരിപാടി കഴിഞ്ഞു, അതോടുകൂടി എല്ലാം കഴിഞ്ഞു. ദുനിയാവ് അത്രേ ഉള്ളൂ. ഒരുപാട് കാലം ജീവിച്ച ആളുകൾ പരലോകത്തെത്തിയിട്ട് എന്താണ് പറയുക? എത്ര കാലം ജീവിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താണ്? ഒരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പകുതി. ഇത്രയും കാലം ജീവിച്ചിട്ട് അവിടെ എത്തിയിട്ട് പറയുന്ന മറുപടിയാണ്. ഒരുപാട് കാലം ജീവിച്ചു എന്ന് പറയുകയില്ല. ദുനിയാവ് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, ഒന്ന് കണ്ണടച്ചു പിടിച്ചേക്കുക. ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ ഇരുവശത്തും ഉണ്ടാകും. അതിലെല്ലാം കണ്ണടച്ച് റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ കണ്ണ് തുറക്കുമ്പോൾ കാണാനുള്ളത് നബിമാരെ, സിദ്ദീഖുമാരെ, ശുഹദാക്കളെ, സാലിഹീങ്ങളെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മുടെ യൗമുൽ ആഖിറിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിലുള്ള ഈമാനും അതുപോലെ പരലോക വിശ്വാസവുമായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമുക്ക് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.